ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചോക്കാട് ഉദരംപൊയിൽ GMLP സ്കൂൾ 72ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ റോയി എം മാത്യുവിന് യാത്രയപ്പും നൽകി. നാടിന്റെ ഉത്സവമായി മാറിയ ആഘോഷ പരിപാടികൾ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആസ്പിൻ വാൾ കമ്പനി പുല്ലങ്ങോട് എസ്റ്റേറ്റ് വക 3 ലക്ഷത്തോളം രൂപ ചിലവിൽ സ്കൂളിന് നൽകിയ IT ലാബ് ഉദ്ഘാടനവും നടന്നു. എല്ലാവരുടെ പേരും പറയാൻ സമയം എടുത്തു കഴിഞ്ഞാൽ അതും ഒരുപാട് കൂടുതലാണ്. ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യാതിഥി അനസരത്തൊടിക നേരത്തെ എത്തി അദ്ദേഹം സംസാരിച്ചു. ഇന്ന് പ്രധാനമായ ഈ ചടങ്ങ് 72ാം വാർഷിക ആഘോഷം, അതോടൊപ്പം തന്നെ യാത്രയപ്പ് സമ്മേളനം, റോയൽ മാസ്റ്റർക്കുള്ള യാത്രയപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഏറെ ബഹുമാന്യനായ ശ്രീ ഹംസ ഖാൻ അവർക്ക് നൽകുന്ന ആദരം, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളാണ്. ലാബിൻ്റെ ഉദ്ഘാടനം, മറ്റ് പ്രോഗ്രാമൊക്കെ തന്നെ, ഫുട്ബോൾ അക്കാദമി പ്രഖ്യാപനം, അബ്ദുൽ കരീം മെമ്മോറിയൽ അവാർഡ്. സ്കൂളിൽ 3 വർഷത്തെ സർവീസിനു ശേഷം വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ റോയി എം മാത്യുവിന് യാത്രയപ്പും ചടങ്ങിൽ നൽകി. ആസ്പിൻ വാൾ കമ്പനി പുല്ലങ്ങോട് എസ്റ്റേറ്റ് വക 3 ലക്ഷത്തോളം രൂപ ചിലവിൽ സ്കൂളിന് നൽകിയ IT ലാബ് ഉദ്ഘാടനവും വാർഷികത്തോടനുബന്ധിച്ച് നടത്തി. മോർണിംഗ് സ്റ്റാർ ഫുട്ബോൾ ടീം മാനേജറായിരുന്ന V. അബ്ദുൽ കരീമിന്റെ പേരിൽ സ്കൂളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ അവാർഡ് ദാനവും ചടങ്ങിൽ നടത്തി. ഈ വിദ്യാലയം കേന്ദ്രീകരിച്ചുള്ള ഫുട്ബോൾ അക്കാദമി പ്രഖ്യാപനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും ഹിന്ദുസ്ഥാനി സംഗീത സംവിധായകനുമായ ഹംസ ഖാൻ പുല്ലങ്ങോടിന് നാടിന്റെ സ്നേഹാദരവും സ്കൂൾ വാർഷികത്തിൽ നൽകി. 3 വർഷമേ സ്കൂളിൽ സേവനം ചെയ്തിട്ടുള്ളൂവെങ്കിലും പ്രധാനാധ്യാപകന്റെ മറുപടി പ്രസംഗം ഏറെ വൈകാരികമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിലെ അനിവാര്യമായ ദിവസമാണ്. അവരെല്ലാവരും പടിയിറങ്ങി പോകേണ്ടവരാണ്. കുറെ കാലം അധ്യാപനം നടത്തി അവസാനം ഉദരംപൊയിൽ സ്കൂളിൽ വന്നു. ഇവിടെ നിന്ന് പിരിയുന്നു. ഇതിനപ്പുറത്ത് ഒരു വലിയ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ 3 വർഷക്കാലം ഉദരംപൊയിൽ എന്ന് പറയുന്ന ഗ്രാമം എനിക്ക് ഈ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ നൽകിയിട്ടുള്ള അകൈതവുമായ സഹകരണത്തിനും സ്നേഹത്തിനും ആദരവിനും ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികളായി പോകും. ഒരു സംശയവുമില്ല. ഹൃദയത്തോട് ചേർത്ത് നിർത്തി പറയുന്നു, ഈ നാട്ടിലെ ഒരാളായി, ഇവിടെയുള്ള ഒരു മനുഷ്യനായി എന്നെ അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള സ്നേഹവും സഹകരണവും, അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് ആദരവോടുകൂടി അല്ലാതെ ആരും നമ്മൾ സംസാരിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ് തല കുനിച്ച് നിങ്ങളോട് ഞാൻ നന്ദി പറയും. തീർന്നു, ഒന്നുമില്ല. കഴിഞ്ഞ 3 വർഷക്കാലം എന്നോടൊപ്പം ഒരു ഹൃദയമായി പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അവരുടെ ഒരു വാക്കുണ്ട്, നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ പോകൂ. അത് ഈ കഴിഞ്ഞ നാടുകളിൽ പാലിച്ച് വന്നവരാരും പോകാതെ 9 LP സ്കൂളുകൾ ചോക്കാട് പഞ്ചായത്തിലുണ്ട്. അതിൽ ഒരൊറ്റ സ്കൂളിൽ മാത്രമാണ് ഡെയിലി വേജ് അധ്യാപകരില്ലാത്തത്. അത് ഇവിടെയാണ്. ഇവിടെ വന്നവരാരും പോയില്ല. അത് തന്നെ ഈ നാട് അധ്യാപകരോട് എന്ത് ചെയ്യുന്നുവെന്നും അധ്യാപകർ ഈ നാടിനെ എങ്ങനെ തിരിച്ചു സ്നേഹിക്കുന്നുവെന്നതിന്റെ ഒരു തെളിവാണ്. അങ്ങനെ എന്നോടൊപ്പം നിന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അവരിന്നും കൈമൈ മറന്ന് ഈ വിദ്യാലയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെയും സ്കൂളിലെ കുട്ടികളുടെയും മികവ് തെളിയിക്കുന്നതായിരുന്നു കുരുന്നു വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ. PTA പ്രസിഡന്റ് EK അമീൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് C. സീനത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എസ്റ്റേറ്റ് മാനേജർ മോഹൻകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ അറക്കൽ സക്കീർ ഹുസൈൻ, റഷീദ വൈദ്യർ, ചൂരപ്പിലാൻ ഷൌക്കത്ത്, ഷാനി ബഷീർ, SMC ചെയർമാൻ പെരുമ്പള്ളി ബാബു, അലവിക്കുട്ടി മാസ്റ്റർ, V. അൻഷാദ് ബാബു, തെന്നാടൻ നാസർ, MA ഹമീദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.